കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ഹിസ്റ്ററി നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ചാൽ 1982 അദ്ദേഹം ആദ്യമായിട്ട് മത്സരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് ആദ്യമായി മത്സരിക്കുന്നു. 87-ലും 82 മത്സരിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് തോന്നുന്നു മലപ്പുറം മുനിസിപ്പൽ ചെയർമാനാണ്. അതെ അതെ, ഏറ്റവും പ്രായം കുറഞ്ഞ കാലത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അതെ, വിദ്യാർത്ഥി പ്രവർത്തനത്തിലൂടെയൊക്കെ കടന്നു വന്നൊരു നേതാവാണ്. 82-ൽ തന്നെ വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടെ നിന്ന് ജയിക്കുന്നത് മലപ്പുറത്തുനിന്ന്. 87-ലും അവിടെ നിന്ന് പിന്നെ വീണ്ടും ജയിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇങ്ങോട്ട് മാറുന്നത്. ഈ വേങ്ങര 2011-ൽ മണ്ഡലം രൂപീകരിച്ചപ്പോൾ അങ്ങോട്ട് മാറുന്നു. ആ മണ്ഡല പുനർനിർണയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു മാറ്റമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു പരാജയം നേരിടുന്നത് 2006-ലാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലൊരു വലിയ ഒരു ബ്ലാക്ക് മാർക്കായൊരു സംഭവമാണ്. അതായത് അന്ന് KT ജലീലിനോട് കുറ്റിപ്പുറത്തേക്ക് അദ്ദേഹം മണ്ഡലം മാറുകയും കൂടെ ചെയ്തിരുന്നു. അന്ന് 8781 വോട്ടിന് KT ജലീലിനോട് പരാജയപ്പെട്ടു. ഒരുപക്ഷെ അന്നത്തെ ഒരു ചർച്ചകൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്നൊക്കെയുള്ള ഒരു ചർച്ചകളും ആ ഘട്ടത്തിലൊക്കെ നടന്നിരുന്നു. പ്രത്യേകിച്ച് ഐസ്ക്രീം പാർലർ കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ ആരോപണങ്ങൾ അന്ന് ഉയർന്നു വന്നു. പക്ഷേ അദ്ദേഹം പിന്നീടുള്ള ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നത്. അത് അന്നത്തെ ഒരു ഇലക്ഷൻ നിങ്ങൾ നോക്കുക, ഈ മലപ്പുറത്ത് ഇതേപോലത്തെ അന്ന് കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല തോറ്റത്, MK മുനീർ തോറ്റു, ET മുഹമ്മദ് ബഷീർ തോറ്റു, അങ്ങനെ പ്രമുഖ നേതാക്കൾ ലീഗ് കോട്ടകൾ തകർന്നു. മലപ്പുറം ചുവന്നു എന്നുള്ളതൊക്കെയായിരുന്നു അന്നത്തെ ഒരു. അതിനകത്ത് അത് തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നത് അതൊരു ലീഗ് പ്രവർത്തകർ കൊടുത്തൊരു അടിയായിരുന്നു. അതൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. കാരണം ഇതല്ല നിങ്ങളുടെ രീതി, അല്ല ഇതാവരുത് നിങ്ങളുടെ രീതി എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പായിരുന്നു. അത് ശരിക്കും ഒരു സാധാരണ നേതാവാണെങ്കിൽ അതോടെ തീർന്നു പോകുമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. പക്ഷേ കുഞ്ഞാലിക്കുട്ടി കേരളം കണ്ടിട്ടുള്ള ഏറ്റവും എന്താ പറയുക മുന്തിയ വളരെ ഗംഭീരന്മാരായ നേതാക്കന്മാരിലെ ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും തുടരുന്നത്. മാത്രമല്ല 2006-ലെ പരാജയത്തിന് ശേഷം കുഞ്ഞാലിക്കുട്ടി മൊത്തത്തിൽ മാറുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നു, രീതികൾ മാറുന്നു. അദ്ദേഹം ആ ഒരു കാര്യങ്ങളിൽ പൊതുജനങ്ങളുടെ മുമ്പാകെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അതിന് മാപ്പ് പറഞ്ഞ് അദ്ദേഹം വേറൊരു ലെവലിലേക്ക് മാറുകയാണ്. വേറെന്നുള്ളത് മുസ്ലിം ലീഗിൽ ഇപ്പം നമ്മൾ ഏതെല്ലാം തരത്തിൽ അതിനെ നോക്കിയാലും അതിൻ്റെ ഒരു ആണിക്കല്ലായി നിൽക്കുന്ന ആൾ കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹം പക്ഷേ തങ്ങൾമാരെ അവിടെ നിർത്തിയിട്ടാണ് ഇനി തങ്ങന്മാർ പറയും എന്ന് പറഞ്ഞ് തങ്ങന്മാരെന്താണോ പറയുന്നത് കുഞ്ഞാലിക്കുട്ടി പറയുന്നതാണ് തീരുമാനം അദ്ദേഹം എടുക്കുന്നതാണ്. കാരണം വെച്ചാൽ അതിനുള്ളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തകർക്കുന്നത്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അമിക്കബിളായിട്ട് തീർക്കുന്നത്, പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നത് ഒക്കെ കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി ശരിക്കും മുഖ്യമന്ത്രി ആവാൻ പ്രാപ്തനായ UDFൻ്റെ ഒരു നേതാവ് തന്നെയാണ്.